ഗം ഗണപതയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും വെറ്റിലയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ദക്ഷിണ നൽകുന്ന ചടങ്ങാണ്. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കുന്നത് വെറ്റിലയും അടക്കയും പണവും നൽകിക്കൊണ്ടാണ്. വിവാഹവേളയിൽ, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങളിലും മുതിർന്നവർക്ക് വെറ്റിലയും അടക്കയും പണവും നൽകി അനുഗ്രഹം വാങ്ങാറുണ്ട്. കൂടാതെ പൂജാവേളകളിലും വഴിപാടുകളിലും വെറ്റില ഒരു പ്രധാന ഘടകമാണ്. മഹാലക്ഷ്മിയുടെ സാന്നിധ്യം വെറ്റിലയിൽ ഉണ്ടെന്നാണ് വിശ്വാസം. സാമ്പത്തിക അഭിവൃദ്ധിക്കും കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കാനും ആണ് വെറ്റില ദീപം തെളിയിക്കുന്നത്. വെറ്റിലയിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും വെറ്റില ദീപം തെളിയിക്കുക, കനകധാരാ സ്തോത്രം ജപിക്കുക. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും നീങ്ങി ഐശ്വര്യമുണ്ടാകും. കാര്യതടസ്സങ്ങൾ മാറാനും ദോഷങ്ങൾ മാറാനും പുതുതായി തുടങ്ങുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്താനും നേട്ടങ്ങൾ കൈവരിക്കാനും ജോലിയിലെ പ്രശ്നങ്ങൾ നീങ്ങാനും ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരാതെ ലാഭമുണ്ടാകാനും വെറ്റില ദീപം തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്. വെറ്റില ദീപം തെളിയിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റില ദീപം സമർപ്പിക്കുന്നത് ജാതകത്തിലെ രാഹുകേതു ദോഷങ്ങൾ ഇല്ലാതാക്കും. കൂടാതെ ശനിയാഴ്ച ഹനുമാൻ സ്വാമിക്ക് വെറ്റില ദീപം തെളിയിച്ചാൽ ശനിദോഷങ്ങൾക്കും ശമനമുണ്ടാകും. വിവാഹം നടക്കാനും വിവാഹദോഷങ്ങൾ മുതലായവ നീങ്ങാനും വെറ്റില ദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. തടസ്സങ്ങൾ മാറിക്കിട്ടാനും വെറ്റില ദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. മഹാലക്ഷ്മിയുടെയും ഹനുമാൻ സ്വാമിയുടെയും കാളിദേവിയുടെയും അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വെറ്റില ദീപം തെളിയിക്കുന്നത് ഏറെ ഫലം ചെയ്യും. ഭാരതീയ ആചാരങ്ങൾ അനുസരിച്ചും ഹൈന്ദവ ആചാരമനുസരിച്ചും ദക്ഷിണ നൽകുമ്പോൾ വെറ്റിലയും അടക്കയും വയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. ദക്ഷിണ നൽകുന്ന വ്യക്തിയോടുള്ള ആദരവും സമർപ്പണവുമാണ് വെറ്റിലയും അടക്കയും വെച്ച് ദക്ഷിണ നൽകുക എന്നത്. അതിൻ്റെ പ്രധാന കാരണം വെറ്റിലയും അടക്കയും ലക്ഷ്മി നാരായണ സങ്കല്പമാണ് എന്നതാണ്. വെറ്റില മഹാലക്ഷ്മിയുടെ പ്രതീകവും അടയ്ക്ക മഹാവിഷ്ണുവിൻ്റെ പ്രതീകവുമാണ്. അതിനാൽ വെറ്റിലയും അടക്കയും ചേർത്ത് നൽകുമ്പോൾ അത് ലക്ഷ്മി നാരായണന്മാരുടെ സാന്നിധ്യത്തെയും അനുഗ്രഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ദക്ഷിണ നൽകുന്ന വ്യക്തിക്കും സ്വീകരിക്കുന്ന വ്യക്തിക്കും ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. വെറ്റിലയുടെ ഓരോ ഭാഗത്തും ഓരോ ദേവതകളാണ് കുടികൊള്ളുന്നത്. അറ്റത്ത് ലക്ഷ്മി ദേവിയും മധ്യത്തിൽ സരസ്വതി ദേവിയും ഞെട്ടിൻ്റെ ഭാഗത്ത് പാർവതി ദേവിയും കുടികൊള്ളുന്നു. അതിനാൽ വെറ്റില നൽകുന്നത് സകല ദേവതമാരെയും വണങ്ങുന്നതിന് തുല്യമാണ്. എപ്പോഴും പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുന്നതുകൊണ്ട് വെറ്റിലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ വെറ്റിലയുടെ തുമ്പ് എപ്പോഴും ദക്ഷിണ സ്വീകരിക്കുന്ന ആൾക്ക് നേരെ ആയിരിക്കണം. അത് ഒന്നുകിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടോ വടക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടോ വേണം നൽകാൻ. വെറ്റില തിരഞ്ഞെടുക്കുമ്പോൾ കേടുപാടുകളില്ലാത്ത വാടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള വെറ്റില വേണം തിരഞ്ഞെടുക്കാൻ. ദക്ഷിണ നൽകുമ്പോൾ വെറ്റിലയുടെ മുകളിൽ അടക്കയും അതിനു മുകളിൽ പണവും വെച്ചാണ് ദക്ഷിണ നൽകേണ്ടത്. വിദ്യ എന്നത് അജ്ഞത എന്ന അന്ധകാരത്തെ അകറ്റി ജ്ഞാനമെന്ന പ്രകാശം കൈവരിക്കുക എന്നതാണ്. ജ്ഞാനം എന്നത് നമ്മിലേക്ക് വരണമെങ്കിൽ ഈശ്വരൻ്റെയും വിദ്യ നൽകിയ ഗുരുവിൻ്റെയും പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവണം. അങ്ങനെ നേടുന്ന വിദ്യയാണ് ഏറ്റവും ഉത്തമം. അത് ആദ്യമായി അവതരിപ്പിക്കുന്നതിന് മുൻപ് ഗുരുവിൻ്റെ മാത്രമല്ല സകല ദേവതമാരെയും വണങ്ങണം. അതിനാലാണ് വെറ്റിലയും അടക്കയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ പണം, അന്നം, വസ്ത്രം ഇവയെല്ലാം ആവശ്യമാണ്. അതിൻ്റെ പ്രതീകമായാണ് ഗുരുക്കന്മാർക്ക് ദക്ഷിണ നൽകുമ്പോൾ ഒരു തട്ടത്തിൽ കുറച്ച് പഴങ്ങളും വസ്ത്രവും ചിലർ ആഭരണങ്ങളും വെച്ച് വെറ്റിലയ്ക്കും അടയ്ക്കും മുകളിൽ പണവും വെച്ച് ദക്ഷിണ സമർപ്പിക്കാറുണ്ട്. ഗുരു സ്ത്രീയാണെങ്കിൽ സിന്ദൂരവും കൂടി വെച്ചാണ് ദക്ഷിണ നൽകുക. ഗൃഹത്തിൽ വെറ്റില ദീപം തെളിയിച്ചാൽ വീട്ടിലെ നെഗറ്റീവ് എനർജിയെല്ലാം അകറ്റി പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ വെറ്റില ദീപത്തിന് സാധിക്കുമെന്നാണ് വിശ്വാസം. കലഹങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഹനുമാൻ സ്വാമിക്ക് വെറ്റില ദീപം സമർപ്പിക്കുന്നത്
ഭയവും ആശങ്കകളും മാറാൻ സഹായിക്കും. വെറ്റില ദീപം തെളിയിക്കുന്നതിനായി നല്ല വൃത്തിയുള്ള കീറലോ പാടുകളോ നിറവ്യത്യാസമോ വരാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള വെറ്റില എടുക്കുക. എന്നിട്ട് തിളക്കമുള്ള പച്ച നിറം മുകളിൽ വരുന്നത് പോലെ വെച്ച് ഒരു മൺചിരാതിൽ ശുദ്ധമായ പശുവിൻ നെയ്യൊഴിച്ച് അതിൽ നല്ല ശുദ്ധമായ തിരിയിട്ട് തെളിയിക്കുക. തിരി എപ്പോഴും കിഴക്കോട്ടോ വടക്കോട്ടോ തിരിച്ചു വേണം വെച്ച് തെളിയിക്കാൻ. ഗൃഹത്തിലെ നെഗറ്റീവ് എനർജി അകറ്റാൻ വെറ്റില ദീപം തെളിയിക്കുമ്പോൾ വെറ്റിലയുടെ ഞെട്ട് പൊട്ടിച്ച് ചിരാതിലുള്ള നെയ്യിൽ ഇട്ടിട്ട് വേണം തെളിയിക്കാൻ. അങ്ങനെ തെളിയിക്കുമ്പോൾ നെയ്യിൽ നിന്നും വെറ്റിലയുടെ ഞെട്ടിൽ നിന്നും ഒന്നിച്ചു ചേർന്ന് ഉയരുന്ന പുക നല്ല പോസിറ്റീവ് എനർജിയും ആരോഗ്യവും നൽകുന്നു, സമാധാനം നൽകുന്നു. നമ്മൾ ഗൃഹത്തിൽ ധൂപവും ദീപവും തെളിയിക്കുമ്പോൾ ചൊല്ലേണ്ടുന്നൊരു മന്ത്രമുണ്ട്. ആദ്യം ഓം ഗം ഗണപതയേ നമ എന്ന മന്ത്രം ചൊല്ലി ഗായത്രി മന്ത്രം ചൊല്ലിയതിനു ശേഷം ഇനി പറയുന്ന മന്ത്രം ചൊല്ലുക. ധൂപദീപസമന്വിതം സർവവിഘ്നവിനാശകം ഗൃഹേ മേ മംഗളം കുര്യാത് ശാന്തിം സ്വസ്തിം ച യച്ഛതു. അർത്ഥം: ധൂപത്തോടും ദീപത്തോടും കൂടിയ ഈ ആരാധന എല്ലാവിധ തടസ്സങ്ങളെയും ദോഷങ്ങളെയും നശിപ്പിച്ച് എൻ്റെ ഭവനത്തിൽ എപ്പോഴും മംഗളവും ഐശ്വര്യവും പ്രദാനം ചെയ്യണമേ. എല്ലാവർക്കും സമാധാനവും ക്ഷേമവും നൽകണമേ. ധൂപദീപസമന്വിതം സർവവിഘ്നവിനാശകം ഗൃഹേ മേ മംഗളം കുര്യാത് ശാന്തിം സ്വസ്തിം ച യച്ഛതു. ധൂപദീപസമന്വിതം സർവവിഘ്നവിനാശകം ഗൃഹേ മേ മംഗളം കുര്യാത് ശാന്തിം സ്വസ്തിം ച യച്ഛതു. ധൂപദീപസമന്വിതം സർവവിഘ്നവിനാശകം ഗൃഹേ മേ മംഗളം കുര്യാത് ശാന്തിം സ്വസ്തിം ച യച്ഛതു. ധൂപദീപസമന്വിതം സർവവിഘ്നവിനാശകം ഗൃഹേ മേ മംഗളം കുര്യാത് ശാന്തിം സ്വസ്തിം ച യച്ഛതു. ധൂപദീപസമന്വിതം സർവവിഘ്നവിനാശകം ഗൃഹേ മേ മംഗളം കുര്യാത് ശാന്തിം സ്വസ്തിം ച യച്ഛതു. ധൂപദീപസമന്വിതം സർവവിഘ്നവിനാശകം ഗൃഹേ മേ മംഗളം കുര്യാത് ശാന്തിം സ്വസ്തിം ച യച്ഛതു. ഓം